ഇറാൻ്റെ മിഡിൽ ഈസ്റ്റിൽ ആക്രമണം യഥാർത്ഥത്തിൽ മലയാളികളെ ആകെ പങ്കപ്പാടിലും ആശങ്കയിലും ആഴ്ത്തിയിരിക്കുന്നു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. കേരളത്തിലെ മഹാഭൂരിപക്ഷം പേരും അമേരിക്കൻ വിരുദ്ധരും ഇസ്രയേൽ വിരുദ്ധരുമാണ്. എന്നാൽ അങ്ങനെ വിരുദ്ധതയുള്ളതിനോടുകൂടി തന്നെ ഇറാനെ കണ്ണുമടച്ചെങ്ങനെ പിന്തുണയ്ക്കും എന്നുള്ള ഒരു ധർമ്മസങ്കടം ഇപ്പോൾ മലയാളികൾക്കാകെയുമുണ്ട്. കാരണം ഇറാൻ കേരളത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഏറ്റവും ഉറ്റ ഇടവും പ്രിയപ്പെട്ട സ്ഥലവുമായ മിഡിൽ ഈസ്റ്റിലേക്കാണ് ആക്രമണത്തിൻ്റെ കുന്തമുന തിരിച്ചു വച്ചിരിക്കുന്നത്. ആദ്യത്തെ ആക്രമണം കൂടാതെ അബുദാബിയിലേക്ക് വീണ്ടും ആക്രമണം ഇറാൻ നടത്തി എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എല്ലാ വിമാനത്താവളങ്ങളും അടയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെത്തി. സൗദി അറേബ്യയിലെ റിയാദിലേക്കും മറ്റുമൊക്കെയുള്ള ആക്രമണം ഉംറയെയും അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങളെയും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ബാക്കി ചടങ്ങുകളെയും ഈ ഹറമുകളിലെ പ്രാർത്ഥനകളിലേക്ക് വരുന്ന യാത്രക്കാരെയും അടക്കം വല്ലാതെ കുഴക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉംറയ്ക്ക് പോയവരൊക്കെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തിരിച്ച് ഫ്ലൈറ്റിൽ കയറാനായി എത്തിയവർ വീണ്ടും എവിടേക്ക് പോകണമെന്നറിയാതെ വട്ടം ചുറ്റുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. വിസ കാലാവധി തീർന്നവരുണ്ട്, തീരുന്നവരുണ്ട്, അവധിക്ക് വന്നിട്ട് പോകാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ യുദ്ധം മൂലം കേവലം തുടങ്ങി 6-8 മണിക്കൂറേ ആയിട്ടുള്ളെങ്കിൽ പോലും ഇതുണ്ടാക്കുന്നു എന്നുള്ളത് ഏറ്റവും വേദനാകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ സാധാരണ ഇറാനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്നവർ എല്ലാവർക്കും ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിനോട് യോജിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അമേരിക്കയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അവർക്ക് നിർവാഹമില്ല എന്ന സ്ഥിതി വരുമ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഈ നാടുകളിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമേറിയ കാര്യം. ഈ യുദ്ധം നീണ്ടുപോകുന്നതിൻ്റെ പ്രത്യാഘാതത്തെ അങ്ങനെ വേണം കാണാൻ. എന്ന് മാത്രമല്ല, ഈ ഇസ്രയേലിലെ പ്രധാനമന്ത്രിയോട് പ്രതിപക്ഷമടക്കമുള്ള ആളുകൾക്ക് കടുത്ത വിയോജിപ്പും അതുപോലെ തന്നെ ജുഡീഷ്യറി അടക്കം അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിർത്തിയിരിക്കുന്ന ഒരാളുമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം തുടരണമെങ്കിൽ ഒരു യുദ്ധം അനിവാര്യവുമാണ്. ഇത് നീണ്ടുപോയാൽ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൻ്റെ തകർച്ച രാജ്യത്തെയും ഏഷ്യൻ രാജ്യങ്ങളെയും വളരെ ഗൗരവമായി ബാധിക്കുക തന്നെ ചെയ്യും. അബുദാബിയിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു പാക് പൗരനാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാവരും ആളുകൾ പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, സാധാരണ എല്ലാ വാർത്തകളും തുറന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറ ഖത്തറും ഇതിലൊരു കക്ഷിയായതുകൊണ്ട് അവരും വാർത്തകൾ ഒതുക്കിയാണ് പുറത്തേക്ക് വിടുന്നത്. അതിരൂക്ഷമായ ആക്രമണമാണ് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരവും. അത് വേഗത്തിൽ അവസാനിച്ചില്ലെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിൻ്റെ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില അടക്കം കുതിച്ചുയരുകയും സാധാരണക്കാരുടെ ജീവിതത്തെ പോലും ബാധിക്കുകയും ചെയ്യും. ഇന്ത്യക്കാകട്ടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ അധികമുള്ള എയർപോർട്ടുകളുണ്ട് ഇറാനിൽ. ഇറാൻ ഒരു ഏറ്റവും അടുത്ത വ്യവസായ പങ്കാളിയാണ്. അതടക്കമുള്ള ഒട്ടേറെ വെല്ലുവിളികളും സാമ്പത്തിക പ്രശ്നങ്ങളും ഇന്ത്യയും അഭിമുഖീകരിക്കേണ്ടി വരും.